പരിഭവം മെല്ലെയോതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. ഓണം കേരളത്തിന്റെ ആത്മാവിൽ വിരിയുന്ന ഉത്സവം. മഹാബലി നാടുവാണിരുന്ന, എല്ലാവരും ഒരുപോലെ ജീവിച്ചിരുന്ന സുവർണക്കാലത്തിന്റെ മധുര സ്മരണയാണ് ഓണം. പൂക്കളം വിരിയുമ്പോഴും ഓണസദ്യ ഒരുങ്ങുമ്പോഴും മഹാബലിയുടെ സുവർണകാലത്തെ സ്മരിക്കുന്ന ഈ പുണ്യനാളുകളിൽ കേരളത്തിന്റെ ഓരോ ക്ഷേത്രവും ഭക്തിയാൽ നിറയുന്നു. ആ ആഘോഷത്തിന് ആത്മീയ നിറം പകരുന്ന ദിവ്യ സാന്നിധ്യങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഭക്തിയുടെ നിറവിൽ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഓണസദ്യയുടെ മധുരം പോലെ അമ്പലപ്പുഴയുടെ പാൽപ്പായസവും ഓണപ്പൂക്കളത്തിന്റെ നിറങ്ങൾ പോലെ ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യവും ഓരോ ഭക്തന്റെയും മനസ്സിൽ ആനന്ദം നിറയ്ക്കുന്നു. കേരളത്തിന്റെ വൈഷ്ണവ പാരമ്പര്യത്തിന് തിലകക്കുറിയായി നൂറ്റാണ്ടുകളുടെ വിശ്വാസം പേറി ഇന്നും തലയുയർത്തി നിൽക്കുകയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പതിനഞ്ചാം നൂറ്റാണ്ടിൽ ചെമ്പകശ്ശേരി രാജവംശത്തിലെ പോരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാൻ നിർമ്മിച്ചതായി കരുതപ്പെടുന്ന ഈ മഹാക്ഷേത്രം തിരുവിതാംകൂറിലെ 7 മഹത്തായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഇടം നേടിയ ഈ ദിവ്യക്ഷേത്രം ചരിത്രവും വിശ്വാസവും ഒരുപോലെ സംരക്ഷിച്ചു നിൽക്കുന്ന അപൂർവ തീർത്ഥാടന കേന്ദ്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആചാരപ്പെരുമ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഭക്തജന ബാഹുല്യം കൊണ്ടും വളരെയേറെ പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ പെരുമകൾ കേട്ടറിവ് കൊണ്ടും വളരെയേറെ പ്രശസ്തമാണ്. കോട്ടയം കുറിച്ചിയിൽ നിന്നും ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ ആ പ്രതിഷ്ഠ അമ്പലപ്പുഴയിൽ കൊണ്ടുവരികയും ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് നാരായണത്ത് പ്രാണത്തിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടെന്നുമാണ് ഐതിഹ്യം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ സാരഥിയായ പാർത്ഥസാരഥി രൂപത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഇടത് കൈയിൽ പാഞ്ചജന്യശംഖും വലത് കൈയിൽ ചാട്ടയുമേന്തി ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണന്റെ അപൂർവ ഭാവമാണ് ഇവിടെ ദർശിക്കാനാകുന്നത്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണുവാൻ അമ്പലമുറ്റത്തു ഞാൻ തിരഞ്ഞു.
ദക്ഷിണ ദ്വാരകയും പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രാവിലെ 3 മണിക്ക് പള്ളി ഉണർത്തൽ, 3:15 ക്ഷേത്രനട തുറക്കും. തുടർന്ന് നിർമ്മാല്യ ദർശനം, അഭിഷേകം, അതിനുശേഷം ഉഷപൂജ കഴിയുമ്പോൾ ഭഗവാന് സുന്ദരനായ രീതിയിൽ ഉള്ള മുഴുക്കാപ്പ്, അതിനുശേഷം എതിർത്ത് പൂജ, അത് ഏതാണ്ട് 6 മണിക്ക് തുടങ്ങും. 7 മണിയോടുകൂടി ശിവേലി ആരംഭിക്കും. ശിവേലി കഴിഞ്ഞാൽ 8 മണിക്ക് വീണ്ടും പന്തീരടി പൂജ തുടങ്ങും. 10 മണിയോടുകൂടി ഉച്ചപൂജയുടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് അത് നവകാഭിഷേകവും നവകം പഞ്ചവീയം അഭിഷേകമാണ്. അത് കഴിഞ്ഞിട്ട് മുഴുക്കാപ്പ് ചാർത്തി ഉച്ചപൂജ, മഹാനിവേദ്യമായ പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസ നിവേദ്യത്തോടു കൂടിയുള്ള ഉച്ചപൂജ, അത് തുടർന്ന് ശിവേലി, ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നട അടയ്ക്കും. വീണ്ടും വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുകയായി. സന്ധ്യയ്ക്ക് ദീപാരാധന, അതിനുശേഷം 7 മണിക്ക് അത്താഴപൂജ, അതുപോലെ ശിവേലി, അത് കഴിഞ്ഞ് നമുക്ക് ഗുരുവായൂരൊക്കെ ഉള്ളതുപോലെ ഏറ്റവും പ്രസിദ്ധമായ തൃപ്പഹ വഴിപാട്. അത് കഴിഞ്ഞിട്ട് 3 നടയിലും വാസുദേവനെ വിളിക്കുന്ന വളരെ ഭംഗിയായ ഒരു ചടങ്ങുണ്ട്. നമ്മളെല്ലാവരും പോവുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങ്, വാസുദേവന എന്നുള്ള ഒരു വിളി. അതേപോലെ പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ടും വാസുദേവനെ വിളിയോടുകൂടിയാണ് സ്റ്റോറിൽ നിന്ന് പഞ്ചസാര പാൽപ്പായസത്തിന് വേണ്ടിയുള്ളത് എഴുന്നള്ളിക്കുന്നത്. കേരളത്തിന്റെ തനത് ക്ഷേത്ര വാസ്തുവിദ്യയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന ശ്രീകോവിലും ചുറ്റമ്പലവും ദശാവതാര കഥകൾ വർണ്ണങ്ങളിൽ തീർത്ത ചുമർചിത്രങ്ങളും ഓരോ ശിലയും ഓരോ നടവഴിയും കാലത്തെ അതിജീവിച്ച ഒരു സംസ്കാരത്തിന്റെ സാക്ഷ്യങ്ങളാണ്. ചന്ദനം ചാർത്തിയ തിരുമുഖവും അഴകോടതിലൊരു തൊടുകുറിയും തുളസിപ്പൂമാലകൾ അനവധിയും നിന്റെ കണ്ണനെ കാണാനിന്നെന്തു ഭംഗി. കണ്ണാ അമ്പലപ്പുഴയെ ലോകമെമ്പാടുമുള്ള ഭക്തരുടെ മനസ്സിൽ പ്രശസ്തമാക്കിയത് ഒരു മധുര നൈവേദ്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. പാലും അരിയും പഞ്ചസാരയും ചേർന്ന് ഒരുക്കുന്ന ഈ പ്രസാദം ഒരു നൈവേദ്യം മാത്രമല്ല, നൂറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിന്റെ മധുരമാണ്. ഇവിടുത്തെ പൂജാസമയത്ത് ഗുരുവായൂരപ്പൻ അദൃശ്യരൂപത്തിലെത്തി
ഈ പാൽപായസം സ്വീകരിക്കുമെന്നാണ് ഭക്തവിശ്വാസം. പണ്ട് ഒരു സന്യാസിയുടെ രൂപത്തിലെത്തിയ ശ്രീകൃഷ്ണൻ രാജാവിനെ ചതുരംഗത്തിന് വെല്ലുവിളിച്ചു. കളിയിൽ വിജയിച്ച ശേഷം ചതുരംഗപ്പലയിലെ ഓരോ കളത്തിലും ഇരട്ടിയായി വർദ്ധിക്കുന്ന അരിമണികൾ മാത്രമാണ് പ്രതിഫലമായി ആവശ്യപ്പെട്ടത്. ആ കണക്കിന്റെ അനന്തത തിരിച്ചറിഞ്ഞ രാജാവ് ഭഗവാന്റെ മുമ്പിൽ ശിരസ് നമിച്ചു. അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, എന്നും എനിക്ക് പാൽപായസം സമർപ്പിക്കുക. അന്നു മുതൽ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മധുരമായി അമ്പലപ്പുഴ പാൽപായസം തലമുറകളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. सुरुचिरानना कृष्ण शौर्यवारिधे मुरहरा विभो कृष्ण मुक्तिदायका विमलपालका कृष्ण वल्लभीपते कमललोचना कृष्ण कामदायका जय जनार्दना कृष्ण राधिकापदे जनविमोचना कृष्ण जन्ममोचना ഈ ക്ഷേത്രത്തിലെ അമ്പലപ്പുഴ പാൽപ്പായസം ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടുമാണ്. ഇത് പൂജിക്കുവാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ധാരാളം എത്തിച്ചേരുന്നു. ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, നമുക്കിവിടെ അറിയാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 1783 ടിപ്പു സുൽത്താനാൽ ആക്രമിക്കപ്പെടുമെന്ന ഭയത്താൽ അവിടെ നിന്നും ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ ഇപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുവരികയും അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത് നിത്യവും പൂജകൾ നടത്തിക്കൊണ്ട് പോന്നിരുന്നു. തിരിച്ച് 1800 അടുപ്പിച്ച് ഈ പ്രതിഷ്ഠ തിരിച്ച് ഗുരുവായൂർക്ക് കൊണ്ടുപോവുകയും ചെയ്തതായിട്ടാണ് ഐതിഹ്യം വിശ്വസിക്കുന്നത്. എന്നാൽ ഇപ്പോഴും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഈ പെരുമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഉച്ചപൂജ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. കൂടാതെ അമ്പലപ്പുഴയിലെ ചടങ്ങുകൾക്കും ആട്ടവിശേഷങ്ങളും ഒപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പോലെ തന്നെ പ്രാധാന്യവും ഭക്തജനങ്ങളുടെ സാന്നിധ്യവും വളരെ വിപുലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചരിത്രപരമായ ഐതിഹ്യങ്ങൾ ഒത്തിരിയുണ്ട്. കുഞ്ഞസ്മാരകത്തെക്കുറിച്ചും കുഞ്ഞൻ നമ്പ്യാരുടെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതൊക്കെ തന്നെ ക്ഷേത്രത്തിൻ്റെ പെരുമ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലകാലത്താണെങ്കിലും ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യാറുണ്ട്. കർക്കിടക മാസത്തിലും എല്ലാ മാസങ്ങളിലും ആട്ടവിശേഷങ്ങളെല്ലാം ധാരാളം ഭക്തജനങ്ങൾ വിശേഷിച്ച് ഇപ്പോൾ വിദേശത്ത് പോലും അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ച് പേരും പെരുമയും നാടെങ്ങും പറഞ്ഞു നിന്ന് നാടിനു വേണ്ടി ഇന്നും ഐശ്വര്യം കൊള്ളുന്ന ഭഗവാൻ വാണരുളുന്ന സ്ഥലമാണ് അമ്പലപ്പുഴ ക്ഷേത്രം. कृष्ण राधिकापदे जनविमोचना कृष्ण जन्ममोचना भक्तदासनां कृष्ण अडियने सदा कातुकोळ्ळणे कृष्ण सर्वदा विभो गरुडवाहना कृष्ण गोपिकापदे नयनमोहना कृष्ण नीरजेक्षणा जय जनार्दना कृष्ण राधिकापदे जनविमोचना कृष्ण जन्ममोचना 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 ടിപ്പു സുൽത്താന്റെ ആക്രമണകാലത്ത് ഗുരുവായൂർ ശ്രീകൃഷ്ണ വിഗ്രഹം സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടതും ഈ ക്ഷേത്രസന്നിധിയിലായിരുന്നു. അമ്പലപ്പുഴയും ഗുരുവായൂരും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിന്റെ അടയാളമായി ഈ വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു.
കുഞ്ചൻ നമ്പ്യാർക്ക് ഓട്ടംതുള്ളലിന് ജന്മം നൽകിയ മണ്ണ്. 12 വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന പള്ളിപ്പാനയുടെ ആചാരഭംഗി, ചമ്പക്കുളം മൂലം വള്ളംകളിയിലൂടെ കേരളത്തിന്റെ ജലോത്സവങ്ങൾക്ക് തുടക്കമിടുന്ന പാരമ്പര്യം, മീനമാസത്തിലെ 10 ദിവസത്തെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ, ഇതെല്ലാം ചേർന്നാണ് അമ്പലപ്പുഴ ഒരു ക്ഷേത്രത്തിനപ്പുറം കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ജീവനുള്ള പ്രതീകമായി മാറുന്നത്. ഓണത്തിന്റെ സന്ദേശം സ്നേഹവും സമത്വവുമാണെങ്കിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആ സന്ദേശത്തെ ഭക്തിയിലൂടെ ജീവിതമാക്കുന്ന ദിവ്യ സാന്നിധ്യമാണ്. എന്നതവം ചെയ്തനൈ യശോദ, എന്നതവം ചെയ്തനൈ യശോദ, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க என்ன தவம் செய்தனை யசோத, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മുളയറ ഭഗവതിയും ശിവനും ഉപദേവതകളായിട്ടുണ്ട്. അതേപോലെ ആലിൻ്റെ അവിടെ ഗണപതിയും ശിവനുമുണ്ട്. പിന്നെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂർ ഭഗവാൻ കുറച്ചു കാലം ഇവിടെ വന്ന് താമസിച്ചു എന്നുള്ളൊരു സങ്കല്പവും ഉണ്ട്. മുളയറ ഭഗവതിക്ക് അടുത്ത് വരുന്ന മേടം 1 മുതൽ 10 ദിവസം ഉത്സവമാണ്. അത് കളവെഴുത്തും പാട്ടിനാണ് പ്രാധാന്യം. നാടകശാലയിൽ ആദ്യത്തെ 9 ദിവസവും ഭംഗിയായി കളമെഴുതി പാട്ട് പാടുന്നു. അത് 10-ാം ദിവസം ഏതാണ്ട് 32 കൈകളോടുകൂടിയുള്ള ഭദ്രകാളിയുടെ രൂപമാണ് അവിടെ വരച്ച് അത്യപൂർവമായി കാണുന്ന ഭംഗിയുള്ള കളവൊക്കെ വരച്ചിട്ട് അവർ നമുക്ക് 10 ദിവസം ഉത്സവമുണ്ട്. ഇപ്പോഴും ഭഗവാൻ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരിന്ന് ഉച്ചപൂജയ്ക്ക് ഇവിടെ വന്ന് നമ്മുടെ പാൽപ്പായസം സേവിക്കുന്നെന്നാണ് അതിൻ്റെ ഒരു സങ്കല്പം പറയുന്നത്. എന്തായാലും ഇവിടെ ഉച്ചപൂജ തൊഴുതാൽ ഗുരുവായൂരമ്പലത്തിൽ പോകുന്നതും ഇവിടെ തൊഴുന്നതുമായുള്ള ഒരു ഭാഗ്യം കിട്ടുമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഉണ്ണിക്കണ്ണന്റെ പുഞ്ചിരിക്ക് മുന്നിൽ പ്രാർത്ഥനയുമായി എത്തുന്ന ഓരോ ഭക്തനും മനസ്സ് നിറയെ സമാധാനവും അനുഗ്രഹവും അനുഭവിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. മഹാബലിയുടെ നന്മയുടെ സന്ദേശവും ശ്രീകൃഷ്ണന്റെ ധർമ്മസങ്കല്പവും ഒരേ ജീവിത ദർശനത്തിലേക്കാണ് നമ്മെ കൈപിടിച്ചു നടത്തുന്നത്. ഓണസദ്യയുടെ മധുരം പോലെ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിയും ഓണപ്പൂക്കളത്തിന്റെ വർണ്ണങ്ങൾ പോലെ ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യവും ഭക്തർക്ക് സമ്മാനിക്കുന്ന ദിവ്യാനുഭവമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വായ്പൊത്തി